പക്ഷെ അത് ഇല്ല എന്ന് മനസ്സിൽ തോന്നിയത് കണ്ടാണോ സാർ ഇങ്ങനെ ഒരു പക്ഷേ ഒരു എക്സ്പെക്റ്റേഷൻ അതെനിക്ക് തോന്നുന്നു. കാരണം ഒന്നുണ്ട് എന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചിലപ്പോൾ അത് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്ന ആ അവസ്ഥയിൽ നിന്ന് അതില്ല നമ്മൾ അതുകൊണ്ടാണോ സാറിൻ്റെ ഒരു സക്സസ് റൂട്ടിന് ഒരു അത് തന്നെയാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് ഇടത്തിൽ ചെന്നാലും ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ആ ഫാക്ടറിയുടെ വേസ്റ്റ് എവിടോട്ടാണ് പോകുന്നതെന്ന് നോക്കും. കാരണം പ്രധാനപ്പെട്ട അറ്റൻഷൻ ഇല്ലാത്ത സ്ഥലം ഏതാണ്, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. വേറെ 10 പേര് പിടിച്ച് വഴക്കടിക്കുന്ന സ്ഥലത്ത് ഞാൻ പോകാറില്ല. വേറൊരാൾക്ക് വേണ്ട, ഇതുകൊണ്ട് പ്രയോജനമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. സാറിൻ്റെ ഫാമിലിയെക്കുറിച്ചൊന്ന്. എൻ്റെ ഫാമിലി, എൻ്റെ മിസ്സസ് ഓമന എന്ന് പറയും. പുള്ളിക്കാരത്തി ഇവിടെ വന്ന് പുള്ളിക്കാരത്തി നല്ലൊരു സോഷ്യൽ വർക്കറാണ്. അതിന് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മഹാരാഷ്ട്രയിൽ മാതൃസംഘം എന്നും പറഞ്ഞ് കല്യാൺ രൂപതയുടെ അതിൻ്റെ ഫൗണ്ടറാണ് പുള്ളിക്കാരത്തി. പുള്ളി കണ്ടിന്യൂസ്ലി ആദ്യത്തെ 2 ടെന്യൂർ 3 വർഷം പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ നല്ല അവരൊരു 10-70 ശാഖ ഓൾ ഓവർ മഹാരാഷ്ട്രയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിനകത്തൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും. കാരണം നമുക്ക് എത്തിച്ചേരാൻ മേലാത്ത പലയിടത്തും സ്ത്രീകൾക്ക് എത്തിച്ചേരാൻ ചേരും. അപ്പോൾ അങ്ങനെ അമ്മമാരെ എല്ലാം സംഘടിപ്പിച്ച് കുടുംബങ്ങളിലൊക്കെ ഒന്നുകൂടെ മനസ്സിലായി ഒരു വീടിനെ ഒരു ഹോൾസമാക്കുക. അതായിരുന്നു ഞാൻ എൻ്റെ മിസ്സസിനും കൂടെ ഞാനന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മോൺസിഞ്ഞോർ അച്ഛനുണ്ടായിരുന്നു, തലച്ചിറ അച്ഛനൊക്കെ ഞാനും കൂടി ഞങ്ങൾ ഐഡിയാസൊക്കെ വെച്ച് കൊടുത്ത് കല്യാൺ രൂപതയെ പലതും ചെയ്ത് കേട്ടോ. ഞാൻ കാരുണ്യ ട്രസ്റ്റ് എന്നും പറഞ്ഞ് ഇവിടെ മദർ തെരേസയുടെ ഓർമ്മയിലെ ഒരു ട്രസ്റ്റിൻ്റെ ഫൗണ്ടറാണ് ഞാനതിൻ്റെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് അന്നത്തെ ഗവർണർ ഡോക്ടർ PC അലക്സാണ്ടർ ആയിരുന്നു അത് ഇനാഗുറേറ്റ് ചെയ്ത ട്രസ്റ്റിംഗ്. അദ്ദേഹം പറഞ്ഞു ബ്രില്യൻ്റ് ഐഡിയ. കാരണം ഞാനതിനകത്ത് വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മളുടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലായിടത്തും സ്പ്രെഡ് ഔട്ടുണ്ട്. എൻ്റെ കാരുണ്യ ട്രസ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരൊറ്റ സ്ട്രീറ്റ് ചിൽഡ്രനെയും ഈ നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അനാഥ കുട്ടികളുണ്ടാകും. ഞാൻ എൻ്റെ ഐഡിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാർട്ടായിട്ട് നമ്മൾ ആ കുട്ടികളെ കൊണ്ടുവരിക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരെ കൊണ്ടുവരിക. അങ്ങനെ ഞാൻ അതിനെ ഡിസൈൻ ചെയ്തെല്ലാം കൊണ്ടുവന്നു. പക്ഷേ അത്രത്തോളം വിചാരിച്ച പോലെ അല്ലെങ്കിലും അതും വളരെയേറെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. സാറിന് എത്ര കുട്ടികൾ? 2 പേര്. മകനാണ് ഈ കോൾവെൽ റിസർച്ചിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ, അവൻ്റെ വൈഫും ഒരു ഡയറക്ടറാണ്. പിന്നെ മകള് പൂനെയിലാണ്, അവിടെ ഹസ്ബൻഡ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവനൊരു ഫസ്റ്റ് ഗോൾഡ് മെഡലിസ്റ്റൊക്കെയാണ്. അവന് ഈ ഐഫോണിൻ്റെ പ്രോഡക്റ്റൊക്കെയാണ് അതിൻ്റെ മെയിൻ. ഇന്ന് വേൾഡിലെ നമ്പർ 1 അവൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഗ്രാമർ എന്നും പറഞ്ഞ്. പെർ ഡേ $7,000-8,000 അവന് ഇന്ന് കളക്ഷൻ ഉണ്ട്. ജസ്റ്റ് പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ്. അവർക്ക് ഇന്ന് ഒരു കുട്ടി ഉണ്ടായി, ഒരു പെൺകുട്ടി ഉണ്ടായി. ഇപ്പോൾ വളരെ ഒരു ഗ്രാൻഡ് ഫാദറായി 23. വളരെ സാർ അതിൽ കാരണം ഏത് ഒരു ആക്ടിവിറ്റീസിന് സാർ ഇറങ്ങുമ്പോഴും ഫാമിലിയുടെ സപ്പോർട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു മാഡവും സോഷ്യൽ വർക്കറാണ്, അവർ വളരെ യൂസ് ടു ഹെൽപ്പ് മീ എ ലോട്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ സപ്പോർട്ട് ഒരു പക്ഷേ ഫാമിലിയുടെ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒരിടത്ത് എത്തിച്ചേരാൻ പറ്റില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് ചെയ്താലും അത് നല്ലതിനാണ് ചെയ്യുന്നതെന്ന് എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ എന്ത് ചെയ്താലും അത് എനിക്കും സമൂഹത്തിനും നന്മയാണ്. നമ്മൾ ഒന്നായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല, എല്ലാം കൂടെ കൂടുന്നതാണ്. സാറിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ ഞാനിന്നിപ്പം 57 വയസ്സായി. ഇനിയിപ്പം മക്കളൊക്കെ വലുതായി. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ ഓൺ വേയിൽ ഞങ്ങൾ പിന്നെ എനിക്ക് ഓമന എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പറഞ്ഞ് പിന്നെ ഒമ്നികെയർ റിയൽറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 കമ്പനി ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓമന എസ്റ്റേറ്റിന് ഞങ്ങളൊരു ബാങ്കിന് പ്രിമൈസസ് കൊടുത്തിട്ട് മന്ത്ലി റെൻ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ലൈഫ് സെക്യൂറാണ്. എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് റെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ സെക്യൂറാണ്. പിന്നെ ഒമ്നികെയർ റിയൽറ്റേഴ്സിനകത്ത് ഞങ്ങൾക്ക് ലാൻഡ് ബാങ്ക് ഉണ്ട്, നല്ല സ്ട്രാറ്റജിക് ബെസ്റ്റ് ലൊക്കേഷൻ. അത് എന്ത് പോസിബിലിറ്റിയുള്ള 5 സ്റ്റാറിനൊക്കെ പറ്റിയ ലാൻഡാണ്. അതിൻ്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിയിലൊക്കെ മഹാരാഷ്ട്രയിൽ സാമാന്യം ലാൻഡ് ഡെവലപ്മെൻറ്റ്. എൻ്റെ അംബിഷൻ നല്ലൊരു ടൗൺഷിപ്പ്, ഒരു ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് അതാണ് എൻ്റെ അംബിഷൻ. അത് അറ്റ്ലീസ്റ്റ് ഐ വിൽ ഡ്രീം. ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടോ? റിട്ടയർമെൻറ്റ് ലൈഫ് എന്നും പറഞ്ഞ് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഇതാണ്. ഇത് വിദ്യാഭ്യാസം പോലെയാണ്. റിട്ടയർമെൻറ്റ് എന്നും പറഞ്ഞൊന്നുമില്ല. അത് ലാസ്റ്റ് ബ്രീത്ത് വരെ ഓടുക. ഓടി എവിടെ തീരുന്നോ അവിടെ അവസാനിക്കുക. നമ്മൾ വേറൊരു പുതിയ ജീവിതം, അത് നമുക്കൊരു സെലിബ്രേഷൻ. അതെ, അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള സമൂഹത്തിന് ചെയ്തിട്ടുള്ള നന്മകൾ, അതാണ്. ദാറ്റ് ഈസ് ഓഫ് കോഴ്സ്.
വളരെ സന്തോഷം സാർ. വളരെ വ്യത്യസ്തമായ ഒരാൾ. തീർച്ചയായും വളരെ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ അഭിമാനം തോന്നുന്നു. ഒരു മലയാളിയെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു വ്യവസായി ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വന്നിട്ട് അതൊന്നും വളരെ വ്യത്യസ്തമായി സമൂഹത്തിന് നന്മ ചെയ്യാൻ സ്വന്തം ജോലി പോലും രാജിവെച്ചിറങ്ങിയ ഒരു വലിയ മനുഷ്യൻ്റെ കഥയാണ് എനിക്കിവിടെ കേൾക്കാൻ കഴിഞ്ഞത്. ഇത് ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരു കർഷകൻ്റെ മകനായിട്ട് ജനിച്ച് സമൂഹത്തിനാണ് നന്മ, സമൂഹത്തിന് വേണ്ടി നന്മകൾ കൊണ്ട് ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം ചിലരിൽ ഒരാളാണ് സാർ. വളരെ സന്തോഷം തോന്നുന്നു സാറുമായിട്ട് ഈ കഴിഞ്ഞ ഒരു നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. സാറിൻ്റെ അംബീഷൻസ് അത് ഫുൾഫിൽ ചെയ്യാൻ സാറിന് സാധിക്കട്ടെ എന്ന് സാർ ആഗ്രഹിക്കുന്ന, സാർ വിശ്വസിക്കുന്ന ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.